ഹലോ കൂട്ടുകാരെ, ഞാനിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ള ഒരു കിഡിലൻ ഇന്തോനേഷ്യൻ ഹൊറർ മൂവിയാണ്. സിനിമയുടെ പേര് ദ ലാസ്റ്റ് 7 ഡേയ്സ്. ഇന്തോനേഷ്യൻ ഹൊറർ മൂവീസ് ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇതൊരു പൊൻതൂവലായിരിക്കും. അമ്മാതിരി കിഡിലൻ മേക്കിംഗ് ആണ് ഈ ഒരു പടം. അതുപോലെ തന്നെ സ്റ്റോറിയും അടിപൊളിയാണ്. ആദ്യമായിട്ടാണ് കൂട്ടുകാരെ നമ്മുടെ ഈ ഒരു ചാനൽ കാണുന്നെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഒട്ടും വൈകാതെ നമുക്ക് നേരെ കഥയിലോട്ട് കിടക്കാം. 1987 കാലഘട്ടത്തിലാണ് ഈ ഒരു കഥ നടക്കുന്നത്. ആൻഗുൻ എന്ന് പറയുന്ന ഒരു സ്ത്രീ അവരുടെ ചെറിയൊരു കുഞ്ഞിനെയും കൊണ്ട് ഒരു കേവിലൂടെ, അതായത് ഒരു ഗുഹയിലൂടെ ഇങ്ങനെ നടന്നു പോകുന്നതാണ് കാണിക്കുന്നത്. എന്നിട്ടൊരു സ്ഥലത്തെത്തിയപ്പോൾ ആ ഒരു കുട്ടിയെ, പുള്ളിക്കാരിയാണെന്നുണ്ടെങ്കിൽ, ഒരു ചുറ്റിക ഉപയോഗിച്ചിട്ട് തീർത്ത് കളയുകയാണ്. കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആൻഗുൻ എന്നിട്ട് അവളുടെ ആ ഒരു ചോര പുരണ്ട കൈകൾ അവിടെ ഉണ്ടായിരുന്ന ഒരു കുളത്തിൽ മുക്കുന്നുണ്ട്. അതോട് കൂടിയിട്ട് ആ ചെറിയ കുളത്തിൽ അവളുടെ കൂടെ ഒരുപാട് മുഖംമൂടി ധരിച്ച സ്ത്രീകൾ ഇങ്ങനെ എന്തൊക്കെയോ മന്ത്രങ്ങളും മറ്റൊക്കെ ചൊല്ലുന്നുണ്ട്. ഒപ്പം അവരുടെ ലീഡർ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സ്ത്രീയാണെന്നുണ്ടെങ്കിൽ മാസ്കും വെച്ചിട്ട് ഈ ഒരു ആൻഗുന്റെ അടുത്തേക്ക് വരികയാണ്. മുഖംമൂടി ധരിച്ച ആ സ്ത്രീയാണെന്നുണ്ടെങ്കിൽ ഒരു നീഡിലെടുത്തിട്ട് ഈ ആൻഗുന്റെ നെറ്റിയിലായിട്ട് കുത്തുന്നുണ്ട്. അതോടുകൂടി അവിടെ സീൻ കട്ടാവുകയാണ്. പിന്നീട് കാണിക്കുന്നത് 2024 കാലഘട്ടമാണ്. അനിയനും അനിയത്തിയുമായിട്ടുള്ള ഹനീഫിനെയും ബിയാനെയാണ് കാണിക്കുന്നത്. ഇവർ ഓടിപ്പോകുന്നത് അവരുടെ വീട്ടിലേക്കാണ്. ഇവരുടെ അമ്മയായിട്ടുള്ള തരിക്ക് ഒരു സ്റ്റേഷനറി ഷോപ്പ് ഉണ്ട്. ക്ലാസ് കഴിഞ്ഞ് ഇവരവിടെ എത്തിയപ്പോൾ അങ്കിളായിട്ടുള്ള ഖാദറും അവിടെ ഉണ്ടായിരുന്നു. തരിയുടെ സഹോദരനാണ് ഖാദർ. അങ്കിളിനെ കണ്ടപ്പോൾ പിള്ളേരാണെന്നുണ്ടെങ്കിൽ വർത്തമാനം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ തരി പറയുന്നുണ്ട് പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായിട്ട്. തരി മറ്റൊരു കാര്യം കൂടി ഈ ഖാദറിന്റെ അടുത്ത് പറയുന്നുണ്ട്, എപ്പോഴും എനിക്കിങ്ങനെ പൈസ തരാനായിട്ട് പറ്റില്ലെന്ന്. പക്ഷേ ഇത്തവണ ഞാൻ പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല വന്നതെന്ന് ഖാദർ അപ്പം പറയുന്നുണ്ട്. നമ്മുടെ അമ്മയ്ക്ക് ഒട്ടും വയ്യ, അതുകൊണ്ട് നമുക്ക് ഒന്ന് പോയി കാണണ്ടേ എന്നാണ് ചോദിക്കുന്നത്. പക്ഷേ ഈ കാര്യത്തിൽ തരിക്ക് ഒട്ടും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. കാര്യം മറ്റൊന്നുമല്ല, ഇവരുടെ ചെറുപ്പകാലത്ത് തന്നെ ഇവർ രണ്ടുപേരെയും ആ ഒരു വീട്ടിൽ നിന്ന് ഇവരുടെ അമ്മ പുറത്താക്കിയതാണ്. പക്ഷേ എന്നാലും മരിക്കാൻ കിടക്കല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇവർ 4 പേരും കൂടി ചേർന്നിട്ട് ഇപ്പം ആ ഒരു നാട്ടിലേക്ക് പോവാണ്. ഖാദറിന് ഒരുപാട് കടങ്ങൾ ഉണ്ടായിരുന്നു. അവൻ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ തന്നെ അവനൊരു മെസ്സേജ് വരുന്നുണ്ട്. അവനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മെസ്സേജ് ആയിരുന്നു. അവൻ കാശും മറ്റൊക്കെ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ അവന്റെ പേഴ്സണൽ ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ പുറത്താക്കുമെന്നാണ് അയാൾ ആ മെസ്സേജിൽ പറഞ്ഞിട്ടുള്ളത്. ഹനീഫ് ആണെന്നുണ്ടെങ്കിൽ അവരെത്തിയപ്പോൾ വീട് കണ്ടപ്പോൾ ഞെട്ടി നിൽക്കുകയാണ്. ഇത്രയും വലിയ വീടോ, അമ്മാമ്മ ഇത്രയും വലിയ പണക്കാരിയാണെന്നൊക്കെ അവൻ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഇവരെല്ലാവരും അകത്തേക്ക് കയറി. അവിടുത്തെ കെയർ ടേക്കർ ആയിട്ടുള്ള മുമ്പോക്കാണ് എല്ലാ കാര്യങ്ങളും ഇവർക്ക് വിവരിച്ചു കൊടുക്കുന്നത്. കയറി ചെല്ലുമ്പോൾ ഹാളിൽ തന്നെയായിട്ട് ഇവരുടെ ഗ്രാൻഡ് മദറിന്റെ ഒരു വലിയ ഫോട്ടോ തൂക്കിയിട്ടിട്ടുണ്ട്. അത് കണ്ടപ്പോൾ ഹനീഫാണെന്നുണ്ടെങ്കിൽ അമ്മാമ്മനെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ, ഇത് പഴയ ഫോട്ടോടാ മണ്ട എന്നാണ് ബിയാൻ പറയുന്നത്. പെട്ടെന്നാണ് ഒരു മണി ശബ്ദം കേൾക്കുന്നത്. അതായത് ഈ ഒരു ഗ്രാൻഡ് മദറിന്റെ കയ്യിലായിട്ട് ഒരു മണി കെട്ടി കൊടുത്തിട്ടുണ്ട്, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കാനായിട്ട്. പുള്ളിക്കാരി ആകെ തളർന്നു കിടക്കും. എന്തെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥത ഈ ഒരു ഗ്രാൻഡ് മദർ പ്രകടിപ്പിക്കുമ്പോൾ ഇവരൊരു പാട്ട് വെച്ച് കൊടുക്കും. അത് കേൾക്കുമ്പോൾ തന്നെ പുള്ളിക്കാരി നോർമലാവും. അങ്ങനെ ഈ ഒരു ഗ്രാൻഡ് മദറിനെ എല്ലാവരും പരിചയപ്പെടാനായിട്ട് തുടങ്ങി. ആദ്യം തന്നെ നമ്മുടെ ഹനീഫ് അമ്മൂമ്മയുടെ കൈയെടുത്തിട്ട് നെറ്റിയിൽ വെക്കുന്നുണ്ട്. അതിനുശേഷം ബിയാനാണ് ഇങ്ങനെ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ തന്നെ ബിയാന്റെ കൈയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗ്രാൻഡ് മദർ മുറുക്കി പിടിക്കുകയാണ്. അതോടുകൂടിയിട്ട് എല്ലാവർക്കും പേടിയായി തുടങ്ങി. ഒരു വിധത്തിലാണ് ആ കെയർ ടേക്കർ ആ ഒരു കൈ വിടിയിപ്പിക്കുന്നത്. അതിനുശേഷം ഇവർക്ക് എല്ലാവർക്കും ഒരു സംശയം. കാരണം 70 വയസ്സായിട്ടും ഈ അമ്മയായിട്ടുള്ള, ഇവരുടെ അമ്മയായിട്ടുള്ള തരിയേക്കാളും എത്രയോ യങ്ങാണ് ഇപ്പൊ ഈ കട്ടിലിൽ വയ്യാണ്ട് കിടക്കുന്ന ഈ ഒരു സ്ത്രീ. ഇതേ സ്ത്രീ തന്നെയാണ് നമ്മൾ സിനിമയുടെ തുടക്കത്തിൽ കണ്ടിട്ടുണ്ടായിരുന്ന ആൻഗുൻ. കുട്ടികൾ രണ്ടുപേരും നമ്മുടെ തരിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് 70 വയസ്സായിട്ടും അമ്മയെക്കാളും സുന്ദരിയാണല്ലോ അമ്മാമ്മ, അതെന്താന്ന്. അങ്ങനെ ഇവർ ഓരോരുത്തരായിട്ട് റൂമുകളിലേക്കൊക്കെ പോവാണ്. ബിയാൻ റൂമിലേക്ക് ചെന്നപ്പോൾ ഹനീഫിനെ കാണാനില്ല. ഈ റൂം കണ്ടപ്പോൾ തന്നെ ബിയാന് പേടി തുടങ്ങിയിട്ടുണ്ട്. അവൻ അവിടെ ഒക്കെ നോക്കിയെങ്കിലും കണ്ടെത്താനായില്ല. പക്ഷെ പെട്ടെന്ന് തന്നെ അവൻ വാതിലിന്റെ ഇടയിൽ നിന്ന് വരികയാണ്. എന്നിട്ട് ആ ടോയ് ഉപയോഗിച്ചിട്ട് അവളെ പേടിപ്പിക്കാൻ നോക്കുകയാണ്. ഇതേ സമയം ഇവരുടെ അങ്കിളായിട്ടുള്ള ഖാദറാണെന്നുണ്ടെങ്കിൽ അവിടെ മൊത്തം തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എന്തെങ്കിലും തരത്തിലുള്ള ക്യാഷോ മറ്റൊക്കെ കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു വലിപ്പ് തുറന്നപ്പോൾ അതിൽ 3 കീസ് ഉണ്ടായിരുന്നു. അവിടുത്തെ അലമാരയുടെ കീ ആയിരുന്നു അത്. അവനത് തുറന്നു നോക്കുകയാണ്. തുറന്നു നോക്കിയപ്പോൾ ഈ ഒരു വീടിൻ്റെ മൊത്തം ഓണർഷിപ്പിൻ്റെ സർട്ടിഫിക്കറ്റ് അവന് കിട്ടുന്നുണ്ട്. അതിനുശേഷം വീണ്ടും നോക്കിയപ്പോൾ ഒരു കവർ നിറയെ പണം ഉണ്ടായിരുന്നു. അത് അവൻ അപ്പം തന്നെ പോക്കറ്റിലേക്ക് ഇട്ടു. പിന്നെ നോക്കുമ്പോൾ അതിലൊരു മുഖംമൂടി ഉണ്ടായിരുന്നു. അതും അവനെടുത്തിട്ട് അവൻ്റെ ബാഗിലേക്ക് മാറ്റുന്നുണ്ട്. അന്ന് രാത്രി ഭക്ഷണം കഴിക്കുമ്പോൾ ഖാദറാണെന്നുണ്ടെങ്കിൽ ഇമ്പോക്ക് എന്ന് പറയുന്ന കെയർ ടേക്കറുടെ അടുത്ത് അമ്മയ്ക്ക് എന്താണ് പറ്റിയതെന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാണ്. എന്താ പറ്റിയെന്ന് അറിയില്ല, 1 മാസം മുമ്പായിരുന്നു ഇങ്ങനെ സംഭവിച്ചത്. ഡോക്ടർമാർക്കൊന്നും തന്നെ ഈ ഒരു രോഗം കണ്ടെത്താനായിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഒരു ഷാമാനെ, ഒരു മന്ത്രവാദിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കേട്ടപ്പോൾ തന്നെ തരിക്ക് ഒട്ടും പിടിച്ചില്ല. അവൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. അമ്മയ്ക്ക് ഡോക്ടറുടെ സേവനമാണ് ആവശ്യം, അല്ലാതെ മന്ത്രവാദിയുടെ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയുടെ റൂമിലേക്ക് തരി പോവുകയാണ്. എന്നിട്ട് അമ്മയുടെ കട്ടിൽ അവൾ ഇരിക്കുന്നുണ്ട്. ഇതേ സമയം ഇവിടെ കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഹനീഫിന്റെ ഒരു ആംബുലൻസ് ടോയ് ഉണ്ടായിരുന്നു. അത് തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എത്ര നോക്കിയിട്ടും കാണുന്നേ ഇല്ല. ആദ്യം റൂമിൽ തെരഞ്ഞു, പിന്നെ
പിന്നെ ഹാളിൽ നോക്കി. അപ്പോഴാണ് അവിടുത്തെ കെയർ ടേക്കർ ആയിട്ടുള്ള ഉംബോക്ക് അങ്ങോട്ടേക്ക് വരുന്നത്. ഉംബോക്കിനെ വിളിച്ചുകൊണ്ട് നമ്മുടെ ഹനീഫ് ആണെന്നുണ്ടെങ്കിൽ പുറത്തൊക്കെ തെരച്ചിൽ ആരംഭിച്ചു. ഇതേ സമയം എന്തോ സൗണ്ട് കേട്ടിട്ട് നമ്മുടെ ബിയാൻ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അമ്മാമ്മയുടെ റൂമിലേക്ക് എത്തുന്നുണ്ട്, അതായത് ആൻകുൻ്റെ റൂമിലേക്ക്. പേടിച്ചിട്ടാണ് അവൾ അങ്ങോട്ടേക്ക് എത്തുന്നത്. എന്നിട്ട് കട്ടിലിനടിയിൽ നോക്കിയപ്പോൾ ആ ഒരു ആംബുലൻസ് ടോയ് അവിടെ തന്നെ ഉണ്ടായിരുന്നു. അതാണെന്നുണ്ടെങ്കിൽ പതിയെ അവിടെ നിന്ന് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇവൾ അത് എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് നോക്കുമ്പോൾ തന്നെ ആ ഒരു ആൻകുൻ എന്ന് പറയുന്ന ആ അമ്മൂമ്മ പുള്ളിക്കാരി അവളുടെ മേത്തേക്ക് വീഴുകയാണ്. എന്നിട്ട് ഇങ്ങനെ വിറച്ചോണ്ടേ ഇരിക്കുകയാണ്. എന്തോ ഭാഗ്യത്തിന് എല്ലാവരും അറിഞ്ഞ് പെട്ടെന്ന് അങ്ങോട്ടേക്ക് വന്നു. നമ്മുടെ ഖാദറാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ്റെ ബെഡിലേക്ക് കിടത്തുന്നുണ്ട്. പക്ഷേ പണി പാളി. പെട്ടെന്ന് തന്നെ ഖാദറിൻ്റെ മേലേക്ക് ഈ ഒരു ആൻകുനാണെന്നുണ്ടെങ്കിൽ ഛർദ്ദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അതും കുറച്ച് നേരമല്ല, കുറേ നേരം. പിന്നെ ഒന്നും നോക്കിയില്ല, ഖാദർ ആ ഹുസൈൻ എന്ന് പറയുന്ന മന്ത്രവാദീനെ അങ്ങോട്ടേക്ക് വിളിക്കുകയാണ്. അങ്ങനെ ഈ ഹുസൈൻ ആണെന്നുണ്ടെങ്കിൽ ഒരു വലിയ കക്കരിക്ക പോലുള്ള എന്തോ ഒരു പഴം എടുത്തിട്ട് അതിൽ കത്തിയോണ്ട് കുത്തുമ്പോൾ അതിൽ നിന്ന് ചോര വരുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ചെറുതായിട്ടാണെന്നുണ്ടെങ്കിലും തരിക്ക് ഇപ്പോൾ വിശ്വാസമാവുന്നുണ്ട് ഈ കാര്യത്തിൽ. ശേഷം ഈ മന്ത്രവാദിയാണെന്നുണ്ടെങ്കിൽ മകൾ ആരാണോ ഇങ്ങോട്ടേക്ക് വന്നിട്ട് ആ മുരിങ്ങയുടെ ഇല അരച്ചു തരാനായിട്ട് പറയുകയാണ്. അങ്ങനെ തരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മുരിങ്ങയുടെ ഇല ഇങ്ങനെ അരച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതേ സമയം ഈ ഒരു ഷാമാൻ, അതായത് മന്ത്രവാദിയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കക്കരിക്ക് ഇങ്ങനെ ചോര ഇങ്ങനെ വരച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് ഖാദറിന്റെ കയ്യിൽ ആ ഒരു കത്തി കൊടുത്തിട്ട് ഒരു കുടപ്പൻ, നമ്മുടെ നാട്ടിൽ വാഴക്കൂമ്പിൽ ഏറ്റവും താഴത്തുണ്ടാവുന്ന കുടപ്പൻ എന്നല്ലേ എന്ന് പറയാം, ആ ഒരു സാധനത്തിലേക്ക് ഞാൻ പറയുമ്പോൾ കുത്തണം എന്ന് പറയുകയാണ്. എന്നിട്ട് ഈ ഒരു മന്ത്രവാദിയാണെന്നുണ്ടെങ്കിൽ നേരെ ചെല്ലുന്നത് ഈ ഒരു ആൻകുൻ്റെ അടുത്തേക്കാണ്. ഖാദറാണെന്നുണ്ടെങ്കിൽ കത്തിയും പിടിച്ച് റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഈ മന്ത്രവാദി അപ്പം തന്നെ നമ്മുടെ ആൻകുൻ്റെ മുഖത്തുണ്ടായിരുന്ന ഒരുപാട് ചാം നീഡിൽസ്, അതായത് സൂചി പോലുള്ള ഒരു വസ്തു, അതിങ്ങനെ ഊരിയെടുക്കുകയാണ്. മുഖത്തിൻ്റെ പല ഭാഗത്തായിട്ട് അതുണ്ടായിരുന്നു. ഓരോ തവണ അത് എടുക്കുമ്പോഴും ഖാദറിൻ്റെ അടുത്ത് ആ ഒരു കുടപ്പനിൽ കുത്താനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ എല്ലാ നീഡിൽസും ഇപ്പോൾ എടുത്തിട്ടുണ്ട്. കുട്ടികളും പിന്നെ അതുപോലെ തന്നെ കെയർ ടേക്കറും പുറത്താണ് ഇരിക്കുന്നത്. അപ്പോഴാണ് മറ്റൊരു കാര്യം കൂടി സംഭവിച്ചത്. ഈ ഒരു നീഡിൽസ് എല്ലാം എടുത്തപ്പോൾ തന്നെ പുള്ളിക്കാരിയുടെ മുഖമാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതേ അസ്ഥികൂടത്തിൻ്റെ ആ ഒരു അവസ്ഥയിലേക്ക് പെട്ടെന്ന് തന്നെ മാറിപ്പോവാണ്. അതായത് ഈ ഒരു ചാം നീഡിൽസ് ഉപയോഗിച്ചിട്ടാണ് ഇത്രയും കാലം പുള്ളിക്കാരി യൗവനം നിലനിർത്തിയിട്ടുണ്ടായിരുന്നത്. മരണമില്ലാത്ത ഒരു അവസ്ഥയായിരുന്നു അത്. ഒപ്പം തന്നെ ഈ ഒരു മന്ത്രവാദി ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ഇന്നേക്ക് 7-ാം ദിവസമാണ് അടക്ക് നടത്തേണ്ടത്. അത് ഇവിടെ വെച്ചല്ല, ആ ഒരു ഗുഹയിൽ വെച്ചിട്ട്. അതുപോലെ തന്നെ ഈ ഒരു നീഡിൽസും അവിടെ തന്നെ കളയേണ്ടതായിട്ടുണ്ട്. മന്ത്രവാദി എന്നിട്ട് ആ ഒരു നീഡിൽസ് നമ്മുടെ ഖാദറിനെ ഏൽപ്പിക്കുന്നുണ്ട് സൂക്ഷിച്ച് വെക്കാനായിട്ട്. 7-ാം ദിവസം കാണാന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ അവിടെ നിന്ന് പോവുകയാണ്. ചെറുപ്പത്തിൽ ഈ ഒരു വീട്ടിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടായിരുന്നെങ്കിലും സ്വന്തം അമ്മയാണല്ലോ. നമ്മുടെ തരിക്കും അതുപോലെ തന്നെ ഖാദറിനും നല്ല രീതിയിലുള്ള വിഷമം ഉണ്ടായിരുന്നു അമ്മയുടെ ഈ ഒരു വിയോഗത്തിൽ. ഇതേ സമയം നമ്മുടെ ഹനീഫും ബിയാനും ആണെന്നുണ്ടെങ്കിൽ റൂമിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. എന്തല്ലേ, എങ്ങനെ ഉണ്ടായിരുന്ന അമ്മാമ്മയാ, പെട്ടെന്ന് മാറിയത് കണ്ടാ. ഇപ്പൊ കാണുന്നത് നമ്മൾ ആൾക്കാർ മരിച്ചിട്ടുണ്ടെങ്കിൽ കുളിപ്പിക്കുന്ന ആ ഒരു ചടങ്ങുണ്ടല്ലോ, അതാണ്. ഉംബോക്കും അതുപോലെ തന്നെ തരിയും കൂടി ചേർന്നിട്ടാണ് അവളുടെ അമ്മയെ കുളിപ്പിക്കുന്നത്. രണ്ടുപേരും കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. പെട്ടെന്നാണ് ഒരു ഈരി സൗണ്ട് കേട്ടിട്ട് ഇവിടെ നിന്ന് പെട്ടെന്ന് പോ എന്ന് പറയുന്ന ഒരു സൗണ്ട് നമ്മുടെ തരി കേൾക്കുന്നത്. അവൾ അപ്പം തന്നെ ആ ഒരു ശരീരം അവിടെ തന്നെ ഇടുന്നുണ്ട്. ഉംബോക്കും പേടിച്ചു പോയി. ഒരു നിമിഷം രണ്ടുപേരും അനങ്ങാതെ നിൽക്കുകയാണ്. ബിയാന് നല്ല പേടിയുണ്ട്. പക്ഷെ അനീഫ് ആണെന്നുണ്ടെങ്കിൽ മൊബൈലിൽ ഗെയിം കളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. നാട്ടുകാരെ ഒന്നും അറിയിച്ചിട്ടില്ല ഇങ്ങനൊരു മരണം സംഭവിച്ചിട്ടുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ ആരും വന്നിട്ടില്ല. തരി ഇപ്പൊ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഉംബോക്ക് അവളുടെ പുറകിൽ വന്നിരിക്കുന്നത്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉംബോക്ക് ആണെന്നുണ്ടെങ്കിൽ മറ്റൊരു വഴിയിലൂടെ അങ്ങോട്ടേക്ക് വരുന്നത് കണ്ടു. അത് കണ്ടപ്പോൾ ഇവള് ഞെട്ടിപ്പോവാണ്. പെട്ടെന്ന് തന്നെ അവൾ പുറകേക്ക് തിരിഞ്ഞു നോക്കുകയാണ്. തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ ഉംബോക്കിനെ കാണാനില്ല. ഇത്രയും നേരം അവളുടെ കൂടെ ഇരുന്നത് പിന്നെ ആരാ? പിന്നീട് അവൾ മുന്നോട്ട് നോക്കിയപ്പോൾ അവിടെ നിന്ന് വന്നിട്ടുണ്ടായിരുന്ന ഉംബോക്കിനെയും കാണാനില്ല. എല്ലാം അവളുടെ തോന്നലാണെന്നാണ് ഇപ്പോൾ അവൾ വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ അന്ന് രാത്രി നമ്മുടെ അനീഫും ബിയാനും ആണെന്നുണ്ടെങ്കിൽ കിടന്നുറങ്ങുമ്പോൾ ബിയാനും ഉറക്കമേ വരുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്നാണ് ഇവർ കിടക്കുന്ന റൂമിന്റെ വാതിൽക്കൽ ആരോ നിൽക്കുന്നതിന്റെ നിഴലിൽ അവൾ കാണുന്നത്. അവൾ പതിയെ പുറത്തേക്ക് ഇറങ്ങി നോക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെ പേടിച്ച് അവൾ ആ ഒരു വാതിൽ തുറന്നു നോക്കുന്നുണ്ട്. പക്ഷെ അവിടെ പുറത്ത് ആരെയും തന്നെ കാണാനില്ല. അങ്ങനെ അവൾ ആ വാതിലടയ്ക്കുമ്പോൾ തന്നെ അവളുടെ പുറകിലായിട്ട് പ്രേതം നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇവരുടെ റൂമിലിട്ടുണ്ടായിരുന്ന ആ ഒരു കസേരയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തനിയെ ആടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവൾക്ക് ഉറങ്ങാനേ പറ്റുന്നില്ല. പെട്ടെന്നാണ് അവളുടെ അടുത്തുകൂടെ തന്നെ ഒരു പ്രേതം പോകുന്നത് അവൾ കാണുന്നത്. അവൾ അലമുറയിട്ടുകൊണ്ട് കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഓടി പോകുമ്പോഴത്തേക്കും അമ്മ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അങ്ങനെ അടുത്ത ദിവസമായി. ഇപ്പോൾ ഇവരുടെ അമ്മ മരിച്ചിട്ട് 2ാമത്തെ ദിവസം. നമ്മുടെ അനീഫ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വ്ളോഗൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇൻസ്റ്റയിലൊക്കെ എന്തോ ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവനങ്ങനെ ഇവക്ക് ഫോൺ കൊടുക്കുക. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബിയാൻ്റെ ഫോണാണ്. അവൾക്ക് ഫോൺ കൊടുക്കാണ്ടിരിക്കാനായിട്ട് ഇവൻ ഒളിച്ച് പോയി നിൽക്കുകയാണ് വീടിൻ്റെ ഒരു സ്ഥലത്ത്. അപ്പോഴാണ് അവനൊരു അലമാര കാണുന്നത്.
അവിടെ പോയിട്ട് ഒളിക്കാന്ന് വിചാരിച്ചിട്ട് അവൻ ആ ഒരു അലമാരയുടെ ഉള്ളിലേക്ക് കയറുകയാണ്. ബിയാൻ എന്നെ കണ്ടുപിടിക്കില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവനങ്ങനെ ചിരിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഒരു മാസ്ക് ധരിച്ചിട്ടുള്ള ഒരു സ്ത്രീ അവന്റെ അടുത്ത് വന്നിട്ട് അവനെ വിളിക്കുന്നത്. പേടിച്ച് വിറച്ച നമ്മുടെ ഹനീഫാണെന്നുണ്ടെങ്കിൽ ആ അലമാരയിൽ നിന്ന് ചാടി ഇറങ്ങുന്നുണ്ട്. ബിയാൻ അങ്ങോട്ടേക്ക് വന്നപ്പോൾ ഹനീഫ് കാര്യം പറഞ്ഞു. ബിയാൻ അപ്പം തന്നെ ആ ഒരു അലമാരയിൽ പരിശോധിക്കുന്നുണ്ട്. പക്ഷെ ഒന്നും തന്നെ അവൾക്ക് കാണാനായിട്ട് പറ്റിയില്ല. ഈ കാര്യങ്ങളെല്ലാം തന്നെ ഹനീഫ് വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, വെറുതെ മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് എന്ന് പറഞ്ഞ് ബിയാൻ അപ്പം തന്നെ അവന്റെ കയ്യിലുണ്ടായിരുന്ന ഫോൺ തട്ടിപ്പറിച്ച് അവിടെ നിന്ന് പോവാണ്. ഹനീഫ് അപ്പോൾ മറ്റൊരു കാഴ്ച കണ്ടു. അതായത് അവിടുത്തെ ഒരു കസേരന്റെ അടിയിലായിട്ട് ആ ഒരു പ്രതിമ കിടക്കുന്നത് അത് അവൻ എടുത്തു നോക്കുന്നുണ്ട്. വൈകിട്ടായപ്പോൾ നമ്മുടെ കാതറാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ മന്ത്രങ്ങൾ ആരോ ഉരുവിടുന്നത് കേൾക്കുന്നുണ്ട്. അവൻ വീടിന്റെ അകത്തു നിന്നാണ് ഈ ഒരു ശബ്ദം വരുന്നതെന്ന് മനസ്സിലായപ്പോൾ അവൻ അങ്ങോട്ടേക്ക് പോയി നോക്കുകയാണ്. നോക്കുമ്പോൾ ഒരുപാട് കറുത്ത കളർ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുള്ള സ്ത്രീകൾ ഈ ഒരു ശവത്തിന് ചുറ്റും ഇരുന്നിട്ട് ഇങ്ങനെ എന്തൊക്കെയോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ അപ്പം തന്നെ ലൈറ്റ് ഇട്ട് നോക്കുന്നുണ്ട്. ലൈറ്റ് ഇട്ട് നോക്കുമ്പോൾ അവിടെ ആരും കാണാനില്ല. അടുത്ത ദിവസം തന്നെ ഈ ഒരു വീട് വിൽക്കുന്നതിനെ പറ്റിയിട്ടും ഈ സ്വത്ത് ഭാഗം വയ്ക്കുന്നതിനെ പറ്റിയിട്ടൊക്കെ നമ്മുടെ കാതർ തരിയുടെ അടുത്ത് പറയുന്നുണ്ട്. അത് അവൾക്ക് ഒട്ടും ഇഷ്ടാവുന്നില്ല. ഉമ്മയുടെ അടക്ക് പോലും കഴിഞ്ഞിട്ടില്ല, അതിനു മുമ്പ് ഇങ്ങനെയൊക്കെ ചെയ്യണോ എന്നാണ് തരി ഇപ്പോൾ ചോദിക്കുന്നത്. ഇത് കേട്ടപ്പോൾ തന്നെ നമ്മുടെ കാതർ അവിടെ നിന്ന് ദേഷ്യം പിടിച്ച് എഴുന്നേറ്റ് പോകുന്നുണ്ട്. ഇതേ സമയം വികൃതിക്കുട്ടനായിട്ടുള്ള നമ്മുടെ അനീഫ് ആണെന്നുണ്ടെങ്കിൽ അവന് കിട്ടിയിട്ടുണ്ടായിരുന്ന ആ ഒരു മാസ്ക് എടുത്തിട്ട് ഒരു കണ്ണാടിയുടെ ഫ്രണ്ടിലേക്ക് പോവാണ്. എന്നിട്ട് ഈ ഒരു മാസ്ക് അവൻ ഇടുമ്പോൾ തന്നെ അവൻ്റെ അമ്മാമേനെയാണ് ഇപ്പം അവന് കണ്ണാടിയിൽ കാണാനായിട്ട് കഴിയുന്നത്. അവനാകെ പേടിച്ച് വിറയ്ക്കുന്നുണ്ട്. ഇതൊന്നും അറിയാതെ ബിയാൻ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അനീഫിനെ അന്വേഷിച്ച് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹാളിൽ തിരഞ്ഞു, റൂമിലൊക്കെ തിരഞ്ഞു. ഒടുവിൽ ആ ആടുന്ന കസേരയിൽ ആരും ഇരിക്കുന്നതായിട്ട് അവൾ കാണുന്നുണ്ട്. അവൾ പതുക്കെ അതിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. പെട്ടെന്ന് തന്നെ അവളെ പേടിപ്പിച്ചുകൊണ്ട് അനീഫാണെന്നുണ്ടെങ്കിൽ ബോ എന്ന് പറയാണ്. നോക്കുമ്പോൾ അനീഫ് ആ ഒരു മുഖം മൂടി വെച്ചിരിക്കുകയായിരുന്നു. നിനക്കിത് എവിടെ നിന്ന് കിട്ടിയേ? അത് അവിടെ തന്നെ കൊണ്ടുപോയി വെച്ചോന്നാണ് അനീഫിൻ്റെ അടുത്ത് അവൾ ചൂടായിട്ട് പറയുന്നത്. അനീഫ് അങ്ങനെ അത് കൊണ്ടുവയ്ക്കാനാണെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. അനീഫ് അപ്പം തന്നെ ആ ഒരു മാസ്ക് അവിടെ തന്നെ കൊണ്ടുവന്ന് നിൽക്കുന്നുണ്ട്. ആലമര കാണുമ്പോൾ അവന് വീണ്ടും പേടിയാവുന്നുണ്ട്. അവൻ അന്നത്തെ ദിവസം രാത്രിയായി. അനീഫ് നോക്കുമ്പോൾ നമ്മുടെ ബിയാനെ കാണാനില്ല. അവളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആ കസേരയിലിരുന്ന് ഇങ്ങനെ ആടിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇവനാണെന്നുണ്ടെങ്കിൽ പറയുന്നുണ്ട്, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, നീ ഒന്ന് സൗണ്ട് ഉണ്ടാക്കല്ലേ എന്ന്. പിന്നീട് ഈ ബിയാനാണെന്നുണ്ടെങ്കിൽ അവൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ഇവൻ അപ്പം തന്നെ പുതപ്പ് മാറ്റിയിട്ട് പറയുന്നുണ്ട്, നീ എന്നെ ഒന്ന് പേടിപ്പിക്കാണ്ട് ഒരു സ്ഥലത്ത് പോയി കിടന്നേന്ന്. അപ്പോഴും അനീഫ് കണ്ണു തുറന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് സൈ കെട്ടിട്ട് അവൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ ബിയാന്റെ മുഖമല്ല, പക്ഷെ വേറൊരാളുടെ മുഖം പോലുള്ള ഒരു പെണ്ണ് വന്നിട്ട് അവനെ നോക്കി ചിരിക്കുകയാണ്. ഇവൻ അപ്പം തന്നെ അയ്യോ എന്നെ ബിയാൻ പേടിപ്പിക്കുന്നേ എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ഓടിപ്പോവാണ്. അപ്പോഴേക്കും തരിയും കാതറും ഒക്കെ ഈ സൗണ്ട് കേട്ടിട്ട് അങ്ങോട്ടേക്ക് വന്നു. അന്ന് രാത്രി തരിയും ഇവരുടെ കൂടെ കിടക്കുന്നുണ്ട്. അപ്പോഴാണ് ബിയാൻ കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കുന്നത്. അവൾ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. ഇവര് കിടന്ന കട്ടിലിന്റെ അടുത്തായിട്ട് തന്നെ ആ ഒരു മാസ്ക് കിടക്കുന്നത് അപ്പോൾ തരി കാണുന്നുണ്ട്. മോനിത് എവിടുന്ന് കിട്ടിയെന്ന് ഹനീഫിന്റെ അടുത്ത് തരി ചോദിക്കുന്നുണ്ട്. അവൻ എല്ലാ കാര്യവും തുറന്നു പറഞ്ഞു. ആ ഒരു മാസ്ക് ഞാൻ വെച്ചപ്പോൾ ഞാൻ അമ്മമ്മയെ കണ്ണാടിയിൽ കണ്ടു എന്നൊക്കെ പറയുന്നുണ്ട്. അവൻ ഭയങ്കര സീരിയസ് ആയിട്ട് പറയണോണ്ട് തന്നെ തരിക്കും ചെറുതായിട്ട് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അന്ന് രാവിലെ തന്നെ ഹനീഫാണെന്നുണ്ടെങ്കിൽ വീട്ടിന്റെ അടുത്തുള്ള ആ ഒരു കുളത്തിന്റെ അവിടെ പോയിരിക്കുകയാണ്. അങ്ങോട്ടേക്ക് ഇപ്പൊ നമ്മുടെ ബിയാനും വരുന്നുണ്ട്. എന്നിട്ട് അവന്റെ അടുത്ത് സോറി പറയാണ്. ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ചേച്ചി നോക്കിക്കോളാം എന്നൊക്കെ അവൾ അവന് ഉറപ്പ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും പിണക്കൊക്കെ മാറി ഇപ്പൊ സന്തോഷമായിട്ട് ഇരിക്കുകയാണ്. ഒരു കുഗ്രാമമായിരുന്നു ഇവരുടേത്. 3 ദിവസം കൂടുമ്പോൾ മാത്രമാണ് പട്ടണത്തിലേക്ക് ബസ്സുള്ളൂ. അപ്പൊ അതിന്റെ ടിക്കറ്റുകളാണെന്നുണ്ടെങ്കിൽ വളരെ കുറച്ചുണ്ടായിരിക്കുള്ളൂ. അങ്ങനെ എംബോക്കും ടരിയും കൂടി ചേർന്നിട്ട് ആ ഒരു ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. കാതറിനെയാണ് കുട്ടികളെ നോക്കാനായിട്ട് ഏൽപ്പിച്ചിരിക്കുന്നത്. പക്ഷെ അവനാണെന്നുണ്ടെങ്കിൽ കുട്ടികൾ ഉറങ്ങി എണീക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ നിന്ന് സ്ഥലം വിട്ടിട്ടുണ്ടായിരുന്നു. ഇവർ കണ്ണു തുറന്ന് നോക്കുമ്പോൾ കാതറിനെ കാണാനില്ല. കാതറാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ട്രീറ്റിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒരു പെണ്ണിന്റെ കൂടെ അഴിഞ്ഞാടാനായിട്ട് പോയേക്കാണ്. ഇതേ സമയം നമ്മുടെ അനീഫിനും ബിയാനാണെന്നുണ്ടെങ്കിൽ പേടിയാവുന്നുണ്ട്. അങ്ങനെ മൂത്രമൊഴിക്കാനായിട്ട് മുട്ടിയിട്ടുണ്ടായിരുന്ന രണ്ടുപേരും കൂടി ഒരുമിച്ച് ഇപ്പോൾ ബാത്റൂമിലേക്ക് പോകുന്നുണ്ട്. ആദ്യം നമ്മുടെ ബിയാനാണ് ബാത്റൂമിൽ കയറിയിട്ടുണ്ടായിരുന്നത്. ഇവനാണെന്നുണ്ടെങ്കിൽ നീ ഒന്ന് വേഗം ഇറങ്ങുമെന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട്. അവൾ ബാത്റൂം തുറന്നപ്പോൾ തന്നെ അവളുടെ പുറകിലായിട്ട് ദേ ആ ഒരു അമ്മൂമ്മയുടെ പ്രേതം നിൽക്കുന്നു. ഇവര് രണ്ടുപേരും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. വീടിന്റെ പുറത്തേക്ക് എത്തിയപ്പോഴത്തേക്കും മുമ്പോക്കും അതുപോലെ തന്നെ തരിയും അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഇവരങ്ങനെ വാതിൽ തുറന്നു നോക്കുകയാണ്. കാതറാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല. ആളില് ഇപ്പോഴും ആ ഒരു ശവശരീരം കിടക്കുന്നുണ്ട്. കുട്ടികളാണെന്നുണ്ടെങ്കിൽ ആകെ പേടിച്ച് വിറച്ച് നിൽക്കുകയാണ്. അങ്ങനെ അന്നത്തെ രാത്രിയും കടന്നുപോയി. ഈ മരണം നടന്നിട്ട് 5 ദിവസം കഴിഞ്ഞിരിക്കുന്നു. കാതർ കണ്ണു തുറന്നു നോക്കുമ്പോൾ അവനിപ്പോൾ ഒരു ശവപ്പറമ്പിലാണ് കിടക്കുന്നത്. അതും അവന്റെ ദേഹത്ത് ഒരു തരി ഡ്രസ്സ് പോലും ഇല്ല. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ഡ്രസ്സൊക്കെ വാരി കൂട്ടിയിട്ട് ഒരു വിധം അവനിപ്പോൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. തരിയാണെന്നുണ്ടെങ്കിൽ അവനെ കണ്ടതും നിർത്തി പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കുട്ടികളെ നിന്നെ ഞാൻ ഏൽപ്പിച്ച് പോയിട്ട് നീ എവിടെ പോയി കിടക്കരുതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വഴക്കാണ് തരി. അതൊക്കെ കഴിഞ്ഞ് കാതർ കുട്ടികൾക്കുള്ള കളിപ്പാട്ടമായിട്ട് അവരിയ്ക്കുന്ന ആ ഒരു കുളത്തിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. രണ്ടുപേരും നല്ല പിണക്കത്തിലാണ്. ഹനീഫിന് ആ ഒരു റിമോട്ട് കാർ കൊടുത്തപ്പോൾ തന്നെ അവൻ്റെ പിണക്കം ചെറുതായിട്ടൊക്കെ മാറിയിട്ടുണ്ട്. പക്ഷേ
നമ്മുടെ ബിയാന്റെ പിണക്കം മാറിയിട്ടുണ്ടായിരുന്നില്ല. അവൾ കാര്യം പറഞ്ഞു, ഇന്നലെ രാത്രി അമ്മാമ്മ എഴുന്നേറ്റിരിക്കുന്നത് ഞങ്ങൾ കണ്ടെന്ന്. അന്ന് മുതൽ തരിയും ഇവരുടെ രണ്ടുപേരുടെയും കൂടെ കിടന്നുറങ്ങുന്നുണ്ട്. രാത്രി തരിയാണെന്നുണ്ടെങ്കിൽ ഞെട്ടി എണീറ്റ് നോക്കുമ്പോൾ ബിയാനെ കാണാനില്ല. അവൾ റൂമിന്റെ പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ ഹാളിലിരിക്കുന്ന ആ ഒരു അമ്മയുടെ ശരീരത്തിന്റെ ചുറ്റുമായിട്ട് ഒരുപാട് സ്ത്രീകൾ മാസ്ക് ധരിച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്. അതിന്റെ കൂട്ടത്തിൽ നമ്മുടെ ബിയാനും ഉണ്ടായിരുന്നു. തരിയെ കണ്ടപ്പോൾ തന്നെ ഈ മാസ്ക് ധരിച്ച സ്ത്രീകൾ അവളുടെ അടുത്തേക്ക് വന്നിട്ട് എല്ലാവരും ഒച്ചത്തിൽ ഇങ്ങനെ നിനക്ക് ആ വാക്ക് തെറ്റിക്കാൻ കഴിയില്ല, നിനക്ക് ആ വാക്ക് തെറ്റിക്കാൻ കഴിയില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അടുത്ത ദിവസം തന്നെ ഈ അമ്മയുടെ ശരീരം അടക്കം ചെയ്യാനായിട്ട് നമ്മുടെ തരി തീരുമാനിക്കുകയാണ്. അങ്ങനെ ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് അടക്കവും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മന്ത്രവാദി പറഞ്ഞതനുസരിച്ച് ഇനിയും 2 ദിവസം കണ്ട് ശേഷിക്കുന്നുണ്ട്. പക്ഷേ ഇവരടക്കം നടത്തിയിട്ട് അന്ന് രാത്രി വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ പള്ളിക്കാട്ടിൽ അടക്കം ചെയ്തിട്ടുണ്ടായിരുന്ന അതേ ശവശരീരം ഇവരുടെ ഹാളിൽ തന്നെ കിടക്കുന്നുണ്ട്. ഇവരങ്ങനെ പുറത്തേക്ക് ഓടിപ്പോകുന്നുണ്ട്. ഓടിപ്പോയപ്പോൾ അങ്ങ് അകലെയായിട്ട് ഈ ഒരു സ്ത്രീയെ അവർ കാണുകയാണ് വീണ്ടും. അങ്ങനെ വീണ്ടും ഒരു വീട്ടിനുള്ളിലേക്ക് തന്നെ കയറുകയാണ്. അന്ന് രാത്രി ആ ഒരു ഹാളിൽ തന്നെയാണ് അവർ കിടന്നുറങ്ങുന്നത്. എത്ര ഉറങ്ങാനായിട്ട് നോക്കിയിട്ടും നമ്മുടെ കാദറിന് ഉറക്കമേ കിട്ടുന്നുണ്ടായിരുന്നില്ല. ഒരുവിധം അവൻ ഉറങ്ങി. പെട്ടെന്ന് തന്നെ അവൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ അവനിപ്പോൾ കിടക്കുന്നത് അവൻ്റെ മരിച്ചുപോയ അമ്മയുടെ ആ ഒരു ശവശരീരത്തിൻ്റെ മുമ്പിലായിരുന്നു. കണ്ണു തുറന്ന് നോക്കിയപ്പോൾ അവൻ ഞെട്ടിപ്പോയി. അവൻ അവിടെ നിന്ന് ഓടിപ്പോകുന്നുണ്ട്. അവനെ വേട്ടയാടിക്കൊണ്ട് ഒരു പ്രേതം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ പ്രേതാണെന്നുണ്ടെങ്കിൽ കൈകൊണ്ട് ഒരു വീശിയതും അവനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തെറിച്ച് പോയിട്ട് അവിടെ വീട്ടിൻ്റെ പുറത്തുള്ള ആ ഒരു കുളത്തിൽ കിടക്കുകയാണ്. അന്ന് രാവിലെ എല്ലാവരും വന്നിട്ട് അവനെ വിളിച്ചെണീപ്പിക്കുന്നുണ്ട്. പക്ഷെ അവൻ ആ വെള്ളത്തിൽ ഇപ്പോൾ കിടന്നുറങ്ങാണ്. ഒരു വിധത്തിൽ അവൻ ഉണർന്നു നോക്കുമ്പോൾ അവൻ ഞെട്ടിപ്പോവാണ്. അന്ന് 7ാമത്തെ ദിവസമായിരുന്നു. ആ ഒരു മന്ത്രവാദി അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് ആ ഒരു ശവശരീരം കൊണ്ട് ഇപ്പോൾ അവിടെ അടക്കം ചെയ്യാനായിട്ട് ആ ഗുഹയിലേക്ക് എത്തിയിരിക്കുകയാണ്. മന്ത്രവാദി എന്നിട്ട് മന്ത്രങ്ങളൊക്കെ ചൊല്ലിക്കൊണ്ട് ആ ഒരു കുളത്തിൽ ഈ ഒരു ശവം ഇങ്ങനെ താഴ്ത്തി പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു നീഡിൽസും കൂടി ചേർത്തിട്ട് അവിടെ ആ ഒരു കുളത്തിൽ ഇവർ ആ ഒരു മൃതദേഹം വയ്ക്കുകയാണ്. അതോടുകൂടിയിട്ട് എല്ലാം അവസാനിച്ചു എന്നാണ് ഇവർ കരുതിയത്. തിരിച്ച് ഇവർ വീട്ടിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ തരിയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മാസ്ക് എടുത്ത് വെക്കുന്നുണ്ട്. ശേഷം അവൾ കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ അവൾ ഞെട്ടിപ്പോവാണ്. അവളുടെ അമ്മയെ ഇപ്പോൾ അവൾക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. മാത്രമല്ല അവളുടെ അമ്മ ഇപ്പോൾ അവളുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. പാസ്റ്റിലേക്ക് പോവാണ്. ആൻഗുനിന്റെ ഭർത്താവ് ഭയങ്കര രീതിയിൽ വയ്യാണ്ടിരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. ഇവർക്കാണെന്നുണ്ടെങ്കിൽ അന്നത്തെ അന്നത്തിന് പോലുള്ള വക ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഈ ഒരു ബ്ലാക്ക് മാജിക് അല്ലെങ്കിൽ ഈ ഒരു ഗുഹയിലേക്ക് അവൾ പോയിട്ട് സ്വന്തം കുഞ്ഞിനെ അവിടെ ബലി കൊടുക്കുന്നതും അതിനുശേഷം ആ ഒരു ചാം നീഡിൽസ് ഉപയോഗിച്ചിട്ട് അവൾ യൗവനം എന്നേക്കുമായിട്ട് നിലനിർത്തുന്നതും. പക്ഷേ അത് പിന്നീട് പണി കിട്ടും എന്ന് വിചാരിച്ചിട്ടാണ് ഈ മക്കളായിട്ടുള്ള കാദറിനെയും അതുപോലെ തന്നെ തരിയെയും ആ ഒരു വീട്ടിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടായിരുന്നത്. കാരണം ഇത് തലമുറകളായിട്ട് ഇതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും ഈ ഒരു ശാപം. ഈ ഒരു ശാപം ബ്രേക്ക് ചെയ്യാനായിട്ട് കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ ആൻഗുൻ നമ്മുടെ തരിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ആ ഒരു സ്വർണത്തിൻ്റെ നീഡിൽസ് നിങ്ങൾ ആ ഒരു പോണ്ടിൽ തന്നെ അതൊരു കുളത്തിൽ തന്നെ കൊണ്ടുപോയിട്ട് നിക്ഷേപിക്കണം. അതുപോലെ തന്നെ ഒരു മന്ത്രവും അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ ആ ഒരു മാസ്കും തകർത്ത് കളയണം എന്നും ആൻഗുൻ പറയുന്നുണ്ട്. എൻ്റെ മക്കളെ എനിക്ക് അത്രയും ഇഷ്ടമായിരുന്നു. പക്ഷേ എനിക്ക് വേറൊരു വഴിയുമില്ലാത്തത് കാരണം മാത്രമാണ് നിങ്ങളെ ഞാൻ ആ വീട്ടിൽ നിന്ന് പുറത്താക്കിയത്. എന്നോടൊന്നും വിചാരിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു മാസ്ക് ധരിച്ച സ്ത്രീ ആൻഗുൻ്റെ പുറകിലായിട്ട് വന്നിട്ട് അവളുടെ കഴുത്തിന് പിടിച്ച് വലിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോഴാണ് തരിക്കും അതുപോലെ തന്നെ നമ്മൾക്കും ഒരു കാര്യം മനസ്സിലാവുന്നത്. കാദർ യഥാർത്ഥത്തിൽ ഒറിജിനൽ ആയിട്ടുള്ള നീഡിൽസ് അല്ല ആ ഒരു കുളത്തിൽ മുക്കാനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഒറിജിനൽ ആയിട്ടുള്ള നീഡിൽസ് സ്വർണത്തിൻ്റെ ആയതുകൊണ്ട് തന്നെ അവനത് മുക്കിയിട്ടുണ്ടായിരുന്നു. അത് അവൻ്റെ കയ്യിൽ നിന്ന് ഇപ്പം തന്നെ നമ്മുടെ തരി വാങ്ങുന്നുണ്ട്. എന്നിട്ട് അവൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും അവൾ തുറന്നു പറഞ്ഞു. ഒഴുകി അങ്ങോട്ടേക്ക് പ്രേതം വന്നിട്ട് ഹാളിൽ നിന്ന് കുട്ടികളെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചുമരിൽ ഇതേ മുകളിൽ ഒട്ടിച്ച് വെച്ചേക്കാണ്. ഒരു വിധത്തിൽ അവിടെ നിന്ന് 2 കുട്ടികളെയും ഇവർ രക്ഷിക്കുന്നുണ്ട്. പക്ഷെ അനീഫിനാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രേതം വന്നിട്ട് എങ്ങോട്ടേക്കോ വായുവിലൂടെ കൊണ്ടുപോവാണ്. ഇവർ ഒരുപാട് തവണ ശ്രമിച്ചിട്ടും നമ്മുടെ ഹനീഫിനെ രക്ഷിക്കാനായിട്ട് ഇവർക്ക് കഴിഞ്ഞില്ല. എന്തായാലും ആ ഒരു ഗുഹയിലേക്ക് തന്നെയായിരിക്കും ഹനീഫിനെ കൊണ്ടുപോയിരിക്കുക എന്ന് തരിക്ക് ഉറപ്പായിരുന്നു. അങ്ങനെ തരിയും കാദറും കൂടി ചേർന്നിട്ട് ഇപ്പോൾ ആ ഒരു ഗുഹയിലേക്ക് പോവുകയാണ്. നമ്മുടെ ബിയാനെ ഉംബോക്കിനെ ഏൽപ്പിച്ചിട്ടാണ് അവരവിടെ നിന്നും പോകുന്നത്. കാദറും തരിയും ആ ഒരു ഗുഹയിലേക്ക് എത്തിയപ്പോൾ തന്നെ ഒരു അശരീരി പോലെ ശബ്ദം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് അൻഗുൻ ഒരു പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതാണ് ഞങ്ങൾ തിരിച്ചെടുത്തത്. അപ്പോഴേക്കും നമ്മുടെ തരിയും കാദറും കൂടി ചേർന്നിട്ട് ആ ഒരു സ്വർണത്തിൻ്റെ നീഡിൽസ് ആ ഒരു കുളത്തിലേക്ക് ഇടുന്നുണ്ട്. പക്ഷെ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. കാദറപ്പ പറയുന്നുണ്ട്, ഹനീഫിന് പകരമായിട്ട് എന്നെ എടുത്തോളൂന്ന്. പെട്ടെന്ന് തന്നെ ആ ഒരു കുളത്തിൽ നിന്ന് ഹനീഫിന്റെ ശരീരം ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. ഭാഗ്യത്തിന് അവനൊന്നും തന്നെ സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അപ്പോഴേക്കും നമ്മുടെ കാദറിനെ ആ ഒരു വെള്ളത്തിന്റെ അടിയിലേക്ക് ആരൊക്കെ ചേർന്ന് വലിച്ചുകൊണ്ട് പോവാണ്. അതായത് സിനിമയുടെ തുടക്കത്തിൽ സംഭവിച്ച പോലെ തന്നെ ഒരുപാട് മാസ്ക് ധരിച്ച സ്ത്രീകളും അതിന്റെ കൂട്ടത്തിൽ അവരുടെ ലീഡറും വരുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ തരിയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മാസ്ക് ഒരു കല്ലുകൊണ്ട് അടിച്ച് തകർക്കുകയാണ്. അതിനനുസരിച്ച് ആ ഒരു ലീഡറിന്റെ മുഖവും ഇങ്ങനെ തകർന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അധികം വൈകാതെ തന്നെ മാസ്ക് ധരിച്ച ആ ഒരു സ്ത്രീകളും പിന്നെ അതിന്റെ ലീഡറും അവിടെ നിന്ന് അപ്രത്യക്ഷമായി പോകുന്നുണ്ട്.
ഖാദറാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ നിന്ന് കരയിലേക്ക് കയറി വരാനും നോക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴേക്കും ഖാദറിനെ ആരോ വന്നിട്ട് താഴേക്ക് വലിച്ചുകൊണ്ട് പോവുകയാണ്. തരി വെള്ളത്തിനടിയിലേക്ക് പോയിട്ട് ഖാദറിനെ രക്ഷിക്കാനായിട്ട് നോക്കിയെങ്കിലും അവന്റെ പൊടി പോലും അവൾക്ക് കണ്ടെത്താനായില്ല. ഖാദറിന്റെ കഥ അവിടെ തീരുകയാണ്. അതിനുശേഷം നമ്മുടെ തരിയും പിള്ളേരും ആണെന്നുണ്ടെങ്കിൽ എന്നേക്കുമായിട്ട് ആ ഒരു വീട്ടിൽ നിന്ന് പോവുകയാണ്. പിന്നീട് 100 ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഈ വീട് തന്നെയാണ് കാണിക്കുന്നത്. അതും ആൻഗുൻസിന്റെ റൂം ഉണ്ടല്ലോ, അതായത് നമ്മുടെ തരിയുടെ അമ്മയുടെ റൂം, അവിടെയായിട്ട് ഈ മാസ്ക് ധരിച്ചിരിക്കുന്ന പെണ്ണുങ്ങളുടെ ലീഡർ ഉണ്ടല്ലോ, പുള്ളിക്കാരി എന്തൊക്കെയോ മന്ത്രങ്ങളും അതുപോലെ തന്നെ ആഭിചാരക്രിയകളൊക്കെ ചെയ്യുന്നതും കാണിക്കുന്നുണ്ട്. ഈ ഒരു സീനും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ സിനിമ അവസാനിക്കുന്നത്. ഇന്തോനേഷ്യൻ ഹൊറർ മൂവീസ് ഇഷ്ടമുള്ള ആളുകൾ എന്തായാലും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തിറങ്ങുന്ന എല്ലാ ഇന്തോനേഷ്യൻ മൂവീസും നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. പിന്നെ ഇങ്ങനെയുള്ള ഇന്തോനേഷ്യൻ പടങ്ങളെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. സജഷൻസും രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. എല്ലാവർക്കും ഹാപ്പി ഈദ് മുബാറക്ക്.